ഡൽഹിയിൽ ബി.ജെ.പി തന്നെ കോൺഗ്രസിന്റെ പ്രതീക്ഷ അസ്തമിച്ചു. 70 സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എങ്കിലും 35 സീറ്റുകളിൽ മാത്രമാണ് വലിയ പ്രചാരങ്ങൾ നടക്കുന്നത്. അതിൽ 20 സീറ്റുകളെങ്കിലും പിടിക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. 70-ൽ നിന്ന് 30-ലേക്ക്, 30-ൽ നിന്ന് വീണ്ടും 20-ലേക്ക്. ഗ്രാഫിങ്ങിന് താഴ്ന്നു പോകുമ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് അവസാന ലാപ്പുകളിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് കാലിടറി എന്നാണ് ഇപ്പോൾ ചില വൃത്തങ്ങളെങ്കിലും പറയുന്നത്. അതേസമയം ബി.ജെ.പിയിലേക്ക് കൂട്ടപലായനമാണ് കാണാൻ സാധിക്കുന്നത്. എ.പി.യിൽ നിന്നാണ് നിലവിലെ MLA-മാരടക്കം കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നത്. 1-2 പേരല്ല. പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ആകെ വിരലിലെണ്ണാവുന്ന ദിവസം ബാക്കി നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 8 പേരാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ഇവരൊക്കെ ആർത്തിമൂത്തവരാണ്. പോണേൽ പോക്കട്ടെ എന്ന് എ.പി നേതാവ് അരവിന്ദ് കെജ്രിവാൾ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് എങ്കിലും ഇതൊന്നും എ.പിക്ക് അത്ര നല്ലതിനല്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു വെക്കുന്നത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപേ കോൺഗ്രസുമായി ഇടഞ്ഞ് ഇന്ത്യ മുന്നണിയിൽ ഇല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ മതി എന്ന കടുത്ത തീരുമാനമെടുത്തത് എ.പി ആണ്. ഹരിയാനയിലും അതെ. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ സ്വന്തം ജന്മദേശമായ ഹരിയാനയിൽ പോലും കെട്ടിവെച്ച കാശ് നേടാനാകാതെ പല മണ്ഡലങ്ങളിലും എ.പി തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസിനും സംസ്ഥാനം നഷ്ടപ്പെട്ടു. അത് മറ്റൊരു വസ്തുത. എന്നാൽ ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എങ്കിലും ബി.ജെ.പി എന്ന മുഖ്യ ശത്രുവിനെ മുന്നിൽ നിർത്തിയാണ് രാഹുൽ അടക്കമുള്ള നേതാക്കൾ പോരാടി തുടങ്ങിയത്. ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയിലെ പാർട്ടിയായ എ.പിയെ കരുതലോടെ മാത്രമാണ് കോൺഗ്രസ് വിമർശിച്ചു പോന്നത്. ഒരു പരിധിവരെ കടന്നാക്രമണങ്ങൾ എ.പിക്കെതിരെ അഴിച്ചുവിടേണ്ട എന്ന് മാത്രമാണ് രാഹുൽ പറഞ്ഞത്. എന്നാൽ മോദിയെ കടന്നാക്രമിക്കുന്നത് പോലെ തന്നെ കെജ്രിവാൾ രാഹുലിനെയും ഉന്നം വെച്ചു. പലപ്പോഴും അഴിമതിയുടെ കറകൾ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുലിനുമേൽ ചാർത്തപ്പെടുകയും ചെയ്തു. അതാ ചാർത്തിക്കൊടുത്തതോ കെജ്രിവാളും. ഇതോടെയാണ് രാഹുൽ മുന്നും പിന്നും നോക്കാതെ കെജ്രിവാളിനെയും കടന്നാക്രമിച്ചത്. അതേസമയം ബി.ജെ.പിയും എ.പിയും മാത്രമാണ് ഡൽഹിയിൽ ഏറ്റുമുട്ടുന്നത്, കോൺഗ്രസോ അവർ കളത്തിലേ ഇല്ല എന്ന തരത്തിലായിരുന്നു എ.പി പറഞ്ഞു പരത്തിയത്. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. ത്രികോണ പോരാട്ടം എന്ന് പറയുമ്പോൾ അവിടെ മുൻനിരയിൽ കോൺഗ്രസുമുണ്ട്. അവിടെ വരെ കാര്യങ്ങൾ എത്തിക്കാൻ രാഹുലിനായി എന്നുള്ളതിൽ ഡൽഹി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. എന്നിരുന്നാലും അതിനപ്പുറത്ത് ഭരണം പിടിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ബി.ജെ.പി എന്തും ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ.